അസ്സലാമു അലൈക്കും. അബ്ദുൽ കാസറോടാണ്. സഹോദരന്മാരെ, നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഇഫ്രിക്കോയ തങ്ങൾ നമ്മളെ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം ഒരുപാട് പ്രാവശ്യം AP വിഭാഗവുമായിട്ട് ഐക്യത്തിൽ എത്താൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം സംഭാഷണമൊക്കെ നടത്തിയിരുന്നു. ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്ത് രണ്ട് വിഭാഗങ്ങളും ഒന്നിക്കുന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പിന്നെ അത് എന്തോ ഒരു അപ്രത്യക്ഷമായ മാതിരി, പിന്നെ അത് ചർച്ച വിഷയമല്ലാതെ മാതിരി ഇങ്ങനെ മാറിപ്പോകുന്ന അല്ലെങ്കിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം തങ്ങൾ ഈ സമുദായത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് നമുക്ക് മനസ്സിലാകും. അപ്പം അപ്പോഴൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ എത്തിക്കൂടിയിട്ടും ഐക്യത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഐക്യത്തെ പറ്റിയിട്ടും സമുദായം ഒന്നിക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആർക്കും ഇതിൽ സ്വാർത്ഥ താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു ചില സന്ദർഭത്തിൽ. കാരണം ഐക്യത്തിലേക്ക് എത്താനാകുമ്പോഴേക്കാൾ ഐക്യം തകരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സാദിഖരിതങ്ങളും അതുപോലെ തന്നെ മറ്റേ മുജാഹിദ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും AP എന്നോ EK എന്നോ ഒന്നും നോക്കാതെ കണ്ട് ചില കാര്യങ്ങൾക്ക് വിളിച്ചാലും പോലും അതിൽ പങ്കെടുക്കുകയും അതിൽ സൗഹാർദ്ദം ഉണ്ടാക്കുകയും ഈ സമുദായം ഒന്നിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരേ ആശയത്തിൽ ഒരേ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഒരേ സ്ഥലത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഒരേ വിശ്വാസത്തിൻ്റെ അടിത്തറയായി വിശ്വസിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഭിന്നിച്ച് നിൽക്കുമ്പോൾ തകർക്കപ്പെടും എന്ന് അള്ളാഹു റസൂലിനെ പറഞ്ഞതാണ്. നമ്മൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നിക്കുന്ന സന്ദർഭത്തിലെ ശത്രുക്കൾക്ക് പക്ഷേ നശിപ്പിക്കാൻ പറ്റൂ എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ തന്നെ നമ്മളെ പഠിപ്പിച്ചതല്ലേ. അപ്പോൾ ഐക്യം എന്നുള്ളത് ഒരു സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, അത് മുസ്ലിംസ് എന്നല്ല, ഏതൊരു സമുദായം ഐക്യത്തിലുണ്ടാകുന്നത് അതൊരു ബലമാണ്, ഐക്യബലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മദീനി എന്ന ഒരു പരിപാടി സാദിഖലി തങ്ങൾ ഖലീൽ ബുഖാരി തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പങ്കെടുത്ത വാർത്ത ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഐക്യത്തിന് വരുന്നതിൽ ആർക്കെന്തോ തടസ്സമുണ്ടോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ നമ്മുടെ സമസ്തയുടെ തന്നെ പത്രമാണ് സുപ്രഭാത പത്രം. ആ പത്രത്തിന് ആ വാർത്ത കൊടുക്കാത്ത പരാതികളൊക്കെ ഒരുപാട് ആളുകൾ എനിക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും തോന്നിയത് തന്നെയാണ്. കാരണം ഒരു പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയേണ്ട ആളുകൾ നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളോ ഇഷ്ടപ്പെടാത്ത ആളുകളോ എന്നല്ല പ്രശ്നം. സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഒരു പത്രം ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്നത് ഞാനും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഏതൊരു കാര്യമായിരിക്കും നാലാൾക്ക് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്, അല്ലാതെ ഈ ഭിന്നിപ്പുണ്ടാക്കാനല്ല. അപ്പോൾ ആ ഉദ്ദേശത്തോട് ചെയ്യുമ്പോൾ നമ്മൾ പത്രമാകുമ്പോൾ മറ്റ് പല പരസ്യങ്ങൾ കൊടുക്കുന്നത് സ്പോർട്സിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ ഏതോ നാട്ടുകാരന് ക്രിസ്ത്യാനികൾ പോലത്തെ ആളുകൾ, മതം ഞാൻ പറയുന്നതല്ല, നമ്മുടെ സമുദായത്തിൽ പോലും പെടാത്ത ആളുകളാണ് കളിക്കുന്ന ക്രിക്കറ്റ്, മറ്റേ ഫുട്ബോൾ, അത് ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്, സ്പോർട്സിൻ്റെ പല കാര്യങ്ങളും കൊടുക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളൊരു ഐക്യത്തിലേക്ക് എത്തിപ്പെടുന്ന ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ സുപ്രഭാതം പത്രത്തിൽ കൊടുത്തുകൂടാ? കാരണം സുപ്രഭാത പത്രം ഞാൻ വായിക്കുന്നവനാണ്. 2-3 കൊല്ലം വരെ സുപ്രഭാത പത്രം വിതരണം ചെയ്യുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ അഭിപ്രായം പറയാൻ തോന്നുള്ളൂ. അപ്പോൾ ഈ വാർത്ത പത്രം എന്ന് പറയുന്നത് ജനങ്ങളറിയാനാണ്. പിന്നെ ഐക്യം എന്ന് പറയുന്നത് ഒരാളുടെ സ്വാർത്ഥ താല്പര്യത്തിനുള്ളതൊന്നല്ല, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ് നമ്മൾ ഐക്യത്തിലുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്തനെ എന്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ കൊടുക്കാൻ താല്പര്യപ്പെടാത്ത ആരാണ് നമ്മൾ സുപ്രഭാത പത്രത്തിൻ്റെ അകത്തുള്ളത്, അവരെ പിടിച്ചു മാറ്റണം. കാരണം ഐക്യത്തിനും ഇവരെ വീടിൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല സുപ്രഭാത പത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. സമുദായത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ താല്പര്യം ഇല്ലാതെ കണ്ട് എൻ്റെ വാർത്ത കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാരാ എന്നുള്ളത് ആ ആൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപര അഭിപ്രായം കേട്ടോ, നിങ്ങൾക്ക് പണം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏതായാലും ബുഖാരി തങ്ങളും നമ്മൾ സാദിഖലി തങ്ങളും പങ്കെടുത്ത ആ വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. സംഘടനകൾ ഒരുപാടുണ്ടാവും, എല്ലാ സംഘടനയുടെയും എല്ലാ കാര്യങ്ങളും ശരിയാണ്,
എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ലല്ലോ. തെറ്റൊക്കെ പറ്റുണ്ടാവും. എല്ലാ കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ യോജിക്കാവുന്ന മേഖലകളുണ്ട്. യോജിക്കാവുന്ന മേഖലകളും യോജിക്കാവുന്ന സന്ദർഭങ്ങളുമുണ്ട്. അതിനെ നമ്മൾ നിലനിർത്തുക. യോജിക്കാവുന്ന മേഖലകളെല്ലാം നമ്മൾ യോജിക്കുക. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഇത് മാഷാ അല്ലാ ഇൻഷാ അല്ലാ ഇത് ഇവിടെ അവസാനിക്കുകയില്ല. ഇത് ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് സാധാർത്ഥികളുടെ ഭാഗത്ത് മാത്രമല്ല, എല്ലാ സംഘടനകൾക്കിടയിലും ഈ രീതി നമുക്ക് ഇൻഷാ അല്ലാ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ഇസ്സത്ത് താണു പോവുകയില്ല. നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കുകയും. ആര് ജയിച്ചു ആര് തോറ്റു ഏത് കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. അവൻ ജയിച്ചോ, അല്ല അവർ ജയിച്ചോ, അല്ല അവർ തോറ്റല്ലോ, ഒരു ഗുണമുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. സംഘടനകളും വിഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പം ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമ്മൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമ്മൾ പരസ്പരം തർക്കിക്കേണ്ടതില്ല. അതിനും പകരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിക്കണം. അതിനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിക്കുന്നത്. കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ ഒരു മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് അള്ളാഹു റസൂലും വിശ്വസിക്കുന്നത് നമുക്ക് ആ രണ്ട് തങ്ങന്മാർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും അവർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ സാധികൃതങ്ങൾ പറയുന്നതും ഇതൊക്കെ ഒരു മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിനൊരു കുളിർമയേകുന്നൊരു കാര്യമെന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് സുപ്രഭാത പത്രത്തിന് കൊടുക്കാൻ പറ്റിയില്ല, അയാളെ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക ഒരു ഇതാണ്. നിനക്ക് ആളോട് പറയാനുള്ളത് എന്താ വെച്ചിട്ട് ഐക്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. സുപ്രഭാത പത്രം പറഞ്ഞതൊന്നല്ല. അല്ല, സുപ്രഭാത പത്രം ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയതല്ല. സുപ്രഭാത പത്രം വെള്ളത്തിൽ വീഴാൻ അരിഞ്ഞു പോകും. പക്ഷേ പ്രവാചകൻ പറഞ്ഞ വാക്ക് മഹസര വരക്കുള്ളതാണ്. പ്രവാചകൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കിട്ടല്ലോ, ഐക്യം ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ വാക്കിട്ടല്ലോ. ആ വാക്ക് പ്രവാചകൻ്റെ വായിൽ വന്നതാണ്. ആ വാക്കിന് മഹസര വരക്കും ഒരു മുസ്ലിമിന് ആവശ്യം തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആയ ഒരാൾ സുപ്രഭാതത്തിൻ്റെ തലപ്പത്ത് ആരെങ്കിലും കയറിയിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നാളെ മഹസറിൽ നിന്ന് യാ മഹസറിൽ എപ്പി യാ മഹസറിൽ ഈ കേ എന്ന് വിളിക്കില്ല സഹോദര. എല്ലാവരെയും മുസ്ലിങ്ങളെ വിളിക്കും. മനസ്സിലായില്ലേ? ഒരു വിവാഹത്തിൻ്റെ പേരെടുത്തിട്ടൊന്നും അള്ളാഹു തആല നമ്മളെ വിളിക്കില്ല, നമ്മളെ കൈകാര്യമില്ല, നമ്മൾ ദർശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതും കൂടെ മനസ്സിലാക്കി. ഐക്യം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എത്തണം, അതിന് വേണ്ടി പ്രവർത്തിക്കണം. സുപ്രഭാത പത്രത്തിന് 2-3 കൊല്ലം വിതരണം ചെയ്തവനാണ് ഞാൻ, കൂലി വരെ വാങ്ങാതെ കണ്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഈ ഇവിടുത്തെ ഏജൻറ്റിൻ്റെ ഷാബുൽ ഹമീദ് ദാരിമിയാണ് നമ്മളെ നാട്ടിലത്തെ കുട്ടികളത്തെ. ഞാൻ 3 കൊല്ലം ഫ്രീ ആയിട്ടില്ല, അത്ര പത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് വിതരണം ചെയ്യാൻ എനിക്ക് ഒരുപാട് ചെലവുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവർത്തിച്ചു വന്ന കൂടിയാണ്, ശമ്പളം നോക്കാതെ. ഇപ്പോൾ ഞാൻ സ്വന്തം പത്രം സുപ്രഭാത പത്രം വാങ്ങുന്നതാണ്. ആദ്യം ചതിയ പത്രമായിക്കൊണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിൽ പ്രതിഷേധമുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൊടുക്കണം. നമ്മൾ വിദ്വേഷം കാണിക്കാൻ ഇത് നമ്മൾ വ്യക്തിപരമായിട്ട് പോലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കണം. ഇത് ഒരു സമുദായം തന്നെയാണ്. ഒരു വലിയൊരു കോടിയോളമുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യമാണെന്ന് പറയുന്നത്. അത് എന്ന് മുജാഹിദായ നിരക്കുള്ള മറ്റേതെങ്കിലും വിഭാഗ നിരക്കുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മളിൽ ഉണ്ട്. അഭിപ്രായ ഭിന്നതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ദീൻ നിലനിൽക്കുന്നത് മനസ്സിലാക്കണം. അഭിപ്രായം പറയുമ്പോഴാണ് ദീനെ പറ്റി പഠിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഖുർആൻ പഠിക്കുമ്പോൾ മനപ്പാഠം പഠിച്ചവരോ അല്ലെങ്കിൽ എല്ലാവരും പിന്നെ ഖതീബിന്റെ സ്ഥാനം പഠിച്ചവരും നല്ല ഈ കേരളത്തിലുള്ള ഒരു കൂടി മുസ്ലിംസ് എല്ലാവരും ചെറിയ രൂപം അവരോട് നമസ്കരിക്കാൻ തക്കൊണ്ട് മാത്രമേ ഏകദേശം ആളൊന്നും പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കേട്ടറിയുന്നത്
ഇങ്ങനെയൊക്കെ ചർച്ചാ വിഷയമാകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മതപ്രസംഗം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഗമിക്കുന്നതും തമ്മിൽ അവർ സ്നേഹിക്കുന്നതും ഇങ്ങനെയൊക്കെ ഒരു പൊരുത്തപ്പെട്ട് അടുത്തടുത്ത് വരുന്നതും ഐക്യത്തിലേക്ക് എത്തുന്നതൊക്കെ ഈ സമുദായത്തെ സംബന്ധിച്ചത് അത് വലിയൊരു ശക്തിയായിരിക്കും. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മനസ്സ് ഇനിയും കൂടെ നല്ല മനസ്സൊക്കെ എനിക്ക് പറയാം. ഞാനിത് ആരെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. പത്രം പറഞ്ഞെങ്കിൽ ബാക്കിയെല്ലാം കൊടുക്കാൻ പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രശ്നമാണ് സമുദായത്തിന് ഐക്യം എന്ന് പറയുന്നത്. അത് കൊടുത്തില്ല പിന്നെ എന്ത് പത്രം സുപ്രഭാതം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റുകുട്ടികൾ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ നമ്മൾ തന്നെ നമ്മളെല്ലാവരും ഹിദായത്തിലാക്കട്ടെ, നേർവയിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഐക്യത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ കിടന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അല്ലാഹു തആല റാഹത്ത് സംസാരിക്കട്ടെ. ആമീൻ.